ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ ഒരേ സമയത്ത് 3 ഡിഫറെൻറ്റ് പ്ലേസിൽ പ്രോഗ്രാം കിട്ടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഒരു ദിവസം തന്നെ 3 സ്ഥലത്ത് പ്രോഗ്രാം കിട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്തതെന്ന് കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് സ്ട്രെസ് ലെവലുള്ള സാധനമാണ്. കുറേ ഉറക്കനഷ്ടം, ഭക്ഷണ സമയത്തിനില്ല, ആങ്സൈറ്റി, ഷോർട്ട് ടേം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തു. അപ്പോൾ എൻ്റെ ടീമിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിടാം. ഫസ്റ്റ് ടീം ചെമ്പേരി, സെക്കൻഡ് ടീം കൽപ്പറ്റ, ആൻഡ് ദ തേർഡ് ടീം എൻ്റെ ടീമാണ് ടീം കേളകം. അപ്പോൾ പ്രാക്ടീസ് സെക്ഷൻസ് ആണ് ആദ്യം നടത്തിയത്. പ്രാക്ടീസ് സെക്ഷൻ കുറച്ച് ഹെക്റ്റിക്കായിരുന്നു, കാരണം എനിക്ക് അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഫുൾ മാനേജ് ചെയ്യേണ്ടി വന്നു. പിന്നെന്താ, ഇതാ അവർ പോവാൻ നിൽക്കുവാണ്. ടീം കൽപ്പറ്റ. ഓക്കെ ബൈ, പോ. അപ്പോൾ ഇതാ 3 ടീമും പോയി. അപ്പോൾ ഇവരോട് 3 പേരോട് ഞാൻ 11 മണി തൊട്ട് 12:30 വരെയുള്ള ടൈം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഓരോ ടീമും ആ ടൈം എന്താ ചെയ്തതെന്ന്. അപ്പം ഫസ്റ്റ് ടീം നോക്കാം. ഇപ്പോൾ സമയം 11:30. ഒരു മണിക്കൂറായിട്ട് ഉറങ്ങുന്നായിരുന്നു. ഇവരാരും വീഡിയോ ഒന്നും എടുത്തിട്ട് ഇപ്പൊ സാവരിയാണ് ഓർമ്മിപ്പിച്ചത്. ഗൈസ് താങ്ക് യു സാവരി. ഗൈസ്, അപ്പോൾ നമ്മൾ 11 to 11:30 എന്താ ചെയ്യുന്നത്? കൊള്ളിമുട്ടായി തിന്നുന്നു. ഇവിടെ തിന്നാൻ സത്യം പറഞ്ഞ ഒന്നുമില്ല, ആകെ വെൽക്കം ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കല, കൊള്ളിമുട്ടായി തിന്നിട്ട് ഇങ്ങനെ ഇരിക്കല. അപ്പൊ നമ്മളിപ്പം സമയം എത്ര പറഞ്ഞേ? അയ്യോ സമയം അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കാണ്. പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളെ വോയിസ് ഒക്കെ സെറ്റ് ആണ്. സെറ്റ് അല്ലേ? അപ്പൊ കൽപ്പന ബൈ ബൈ ഗൈസ്. ഓക്കെ, പിന്നെ ഒന്നുമില്ല, പ്രോഗ്രാം ആസ് യൂഷ്വൽ 3 പേരും ചെയ്തു. പ്രോഗ്രാമിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല, അതൊക്കെ ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ ഇതിനു മുന്നേ കുറേ വ്ളോഗ് ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സ്റ്റേജിൽ കയറുന്നതും കാര്യങ്ങളും ഫുഡ് കഴിക്കുന്നതും ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3 ടീമും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, പിള്ളേരും ഹാപ്പിയാണ്. പിള്ളേർ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ ആകെ 2 കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഡാൻസ് നന്നായി കളിക്കുക, കൃത്യസമയത്ത് എത്തുക. ഈ 2 കാര്യങ്ങൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്ട്രെസ് ലെവലായിരുന്നു എനിക്ക്. കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. പുറകുവശം പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്തു. അപ്പോൾ ഈ നിമിഷവും കടന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ്.